നിങ്ങളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കേൾക്കുക. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വരുമാനം ഉള്ളവരാണ്. ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ നിന്നോ വരുമാനം ലഭിക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു അധിക വരുമാനം ലഭിക്കാനുള്ളൊരു അവസരം ഇവിടെയുണ്ട്. ഞാനൊന്ന് വിശദമാക്കാം. നമ്മൾ നിലവിൽ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നാണ്. അതായത് ഒരു ഉൽപ്പന്നം ഒരു ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ അവരുണ്ടാക്കാത്ത ഉൽപ്പന്നം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും അതിൻ്റെ മുകളിൽ സ്റ്റോക്കിസ്റ്റും സൂപ്പർ സ്റ്റോക്കിസ്റ്റും CFൻ്റെ ഏജൻറ്റും ഉണ്ടാവും. കൂടാതെ ഉൽപ്പന്നം നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് ഒരു പരസ്യവും ചെയ്യും. അപ്പോൾ 50 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അവിടെ 100 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരികയാണ്. ഇവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഒരു രജിസ്റ്റേർഡ് ഷോപ്പ് മുഖേന കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അവിടെ കമ്പനിക്ക് 32% വരെ വില കുറച്ച് തരാനുള്ളൊരു അവസരം അവിടെ വരികയാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. അതൊരു കസ്റ്റമർ എന്ന രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തന്നെയുമല്ല, കമ്പനിയുടെ ഒരു ലക്ഷ്യങ്ങൾ ഞാനൊന്ന് പറയാം. 4 ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 1. ആരോഗ്യ സംരക്ഷണം. 2. ഭാരത നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം, സ്വാശ്രയത്വം. ഈ 4 ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് കമ്പനി പ്രവർത്തിക്കുക. ഈ 4 ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകുന്നതാണ്. എന്താണ് ആരോഗ്യ സംരക്ഷണം? അതായത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാൻ പറ്റും എത്രത്തോളം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെഡിക്കൽ ഷോപ്പുകൾ, ഹോസ്പിറ്റലുകളുടെ എണ്ണം തന്നെ നോക്കിയാൽ മതി ആരോഗ്യത്തിൻ്റെ മേഖല എത്രത്തോളം വളർന്നു എന്നുള്ളത്. രോഗികളായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിതശൈലി കൊണ്ടും തെറ്റായ ഭക്ഷണശീലം കൊണ്ടും എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടും പോഷകന്യൂനത ഉള്ളതുകൊണ്ടും അപ്പോൾ ഇതിനൊക്കെ പരിഹരിക്കാനായിട്ട് എക്സസൈസ് അവരവർ തന്നെ ചെയ്യണം. പക്ഷേ പോഷകന്യൂനതയും മായമില്ലാത്ത ഭക്ഷണവും തരാനായിട്ട് കമ്പനിക്ക് സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും മനുഷ്യ ശരീരത്തിനോ പ്രകൃതിക്കോ അല്ലെങ്കിൽ പ്രകൃതി മറ്റ് ജീവജാലങ്ങൾക്കോ യാതൊരു ദോഷങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് കമ്പനി നമ്മളോട് പറയും, അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഭാരത നവോത്ഥാനമാണ്. എല്ലാ ജനങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ ഭാരതത്തിലെ എല്ലാ വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തി ജീവിക്കാനായിട്ടുള്ള അവസരം അവിടെ കൈവരികയാണ്. 3. സ്ത്രീ ശാക്തീകരണം. സ്ത്രീകളുടെ ഉന്നമനം ഗവൺമെൻറ് ലക്ഷ്യമിട്ടുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ മുന്നേറ്റത്തിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ RCMിലുണ്ട്. മറ്റൊന്നാണ് സ്വാശ്രയത്വം. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷേ സാമ്പത്തികപരമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന സിസ്റ്റം കൂടി RCMിലുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി കമ്പനി എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള 4 കാര്യങ്ങൾ: ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, സാമ്പത്തികമായുള്ള ആരോഗ്യം, സമൂഹവുമായുള്ള നല്ല ബന്ധങ്ങൾ. ഈ 4 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ആ വ്യക്തിക്ക് സന്തോഷം എന്ന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാം. നല്ല കൂട്ടായ്മയിലൂടെ ബന്ധങ്ങൾ വളർത്താം. നമുക്ക് വരുമാനം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. ഇതെങ്ങനെയാണ് കിട്ടുക? നിങ്ങൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മറ്റു പൊതുപ്രവർത്തനമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ കൂടെ അതിന് സമയനഷ്ടമില്ലാതെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമുക്കൊരു അധിക വരുമാനങ്ങളും ജീവിതത്തിൽ സന്തോഷവും അനുഭവിക്കാനുള്ളൊരു അവസരം കൂടിയുണ്ട്. ഇത് എങ്ങനെയാണെന്ന് കിട്ടുക എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഇടാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാവുന്നതാണ്.